നമസ്കാരം. കഴിഞ്ഞ കാലയളവിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച സംസ്ഥാനങ്ങളിലൊന്ന് രാജസ്ഥാൻ തന്നെയാണ്. നമുക്കറിയാം, രാജസ്ഥാനിൽ നിന്നും കൂട്ടമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ BJP പാളയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ചർച്ച സ്വാഭാവികമായും രാജസ്ഥാനിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതിന്റെ ഭാഗമായി അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം എന്ന് പറയുന്നത് ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുക എന്ന് തന്നെയാണ്. അവരെ INDA എന്ന പ്രതിപക്ഷ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ഇപ്പോഴിത് അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നു കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിലെ ഹനുമാൻ ബനിവാളിന്റെ RLP, BAP, CPM എന്നീ പാർട്ടികളുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രാദേശിക പാർട്ടികളെ സഖ്യത്തിന്റെ ലക്ഷ്യമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം നടക്കുന്നത്. പ്രാദേശിക പാർട്ടികൾക്ക് 3 സീറ്റ് നൽകാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാരത് ആദിവാസി പാർട്ടി, രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി, CPM എന്നിവർക്ക് സഖ്യത്തിന് കീഴിൽ സംസ്ഥാനത്ത് മത്സരിക്കാൻ ഓരോ സീറ്റുകൾ വീതവും നൽകുന്നുണ്ട്. BAPക്ക് ദുർഗംപൂർ ബൻസ്വാര സീറ്റും ഹനുമാൻ ബനിവാളിന്റെ RLPക്ക് നഗൌർ സീറ്റും CPMന് സിക്കാർ സീറ്റും നൽകാനാണ് തീരുമാനമെന്നും പറയപ്പെടുന്നു. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങൾ തന്നെ ഉണ്ടാവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 25-ൽ 24 സീറ്റുകളും നേടിക്കൊണ്ടാണ് BJP ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത്. അന്ന് ഒരു BJP ഇതര പാർട്ടിയായി വിജയിച്ചു വന്നത് ഈ ഹനുമാൻ ബനിവാളിന്റെ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് ഇത്ര കണ്ട് ഉത്സാഹം കാണിക്കുന്നത്. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ഉൾപ്പെടെ രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം തന്നെയാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.